വലിയ വിമർശനങ്ങളാണ് കെ മുരളീധരൻ ഉന്നയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ നമുക്കൊപ്പം കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ചേരുന്നുണ്ട്. ഞെട്ടും ബോൾട്ടും ഇല്ലാത്ത തൃശ്ശൂരിലേക്ക് തന്നെ കയറ്റിവിട്ടു, അതിൽ മുന്നിൽ നിന്നത് പ്രവീൺകുമാറാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കെ മുരളീധരൻ കേരളത്തിലെ പ്രഗത്ഭനായ ഒരു വലിയ നേതാവാണ്. അദ്ദേഹത്തിനെ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാൻ എളുപ്പം നടക്കുന്ന കാര്യമാണോ? അതിന് മാത്രം വലുപ്പം ഞങ്ങൾക്കുണ്ടോ? പിന്നെ ഒരു കലക്റ്റീവ് തീരുമാനമായിരുന്നു പാർട്ടിയുടെ. ആ തീരുമാനം അദ്ദേഹത്തെ അറിയിക്കാൻ വേണ്ടി പോയത് ഞാനാണ്. അതല്ലാതെ അദ്ദേഹത്തിൻ്റെ കൂടി സമ്മതമില്ലാതെ അദ്ദേഹത്തിന് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാൻ സാധിക്കുമെന്ന് ആരെങ്കിലും കരുതി തോന്നില്ല. പിന്നെ അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിൻ്റെ പ്രഗത്ഭ നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതലൊന്നും പറയുന്നില്ല. വടകരയിൽ നിന്ന് ജയിച്ച് ഒരു തവണ ജയിക്കും, വിജയം ഉറപ്പിച്ച ഒരു ഘട്ടത്തിൽ കൂടിയാണ് അദ്ദേഹം മാറിപ്പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പരാജയത്തിൽ ഏറ്റവും ദുഃഖിക്കുന്ന ആളുകളാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ, കോഴിക്കോട്ടെ കോൺഗ്രസ്സുകാർ. അതിലൊന്നും തർക്കമില്ല. പക്ഷേ മുരളീധരനെ പോലത്തെ ഒരു വലിയ നേതാവിനെ 3, 4, 5 നേതാക്കൾ മാത്രം വിചാരിച്ചാൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാൻ സാധിക്കുമെന്നുള്ളത് ആരും വിശ്വസിച്ച് തോന്നുന്നില്ല. ഏതായാലും അദ്ദേഹം നല്ല തമാശ പറയുന്ന ആളാണ്. ഞാനൊരു നല്ല തമാശയായിട്ടാണ് എടുത്തിരിക്കുന്നത്, അത്രയേ ഉള്ളൂ. എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളുടെ ഒരു പ്രതികരണം? അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ മാറ്റമോ അത്തരത്തിൽ എന്തെങ്കിലും ധ്വനിക്കുന്നുണ്ടോ? അല്ല, അദ്ദേഹം മനസ്സിൽ തോന്നിയ കാര്യം വെട്ടിത്തുറന്ന് പറഞ്ഞ പ്രകൃതക്കാരനാണ്. അത് മനസ്സിന് ശുദ്ധഗതി കൊണ്ടാണ്. അതിലൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഇതിൽ പ്രസക്തമാവേണ്ടത്, മുരളീധരനെ പോലൊരു വലിയ നേതാവിനെ 3, 4 നേതാക്കൾ വിചാരിച്ചാൽ മാത്രം ഒരിടത്തു നിന്നും മറ്റിടത്തേക്ക് മാറ്റാൻ സാധിക്കുമോ? ഇല്ല എന്നാണ് പ്രതീക്ഷ. അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേതാക്കൾക്കിടയിൽ ഒരു ഐക്യമില്ല എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇങ്ങനെയായിരുന്നില്ല എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയല്ലേ. അദ്ദേഹം പറഞ്ഞ അഭിപ്രായം പാർട്ടി പരിഗണിക്കുന്നുണ്ടാവും. പക്ഷേ കോഴിക്കോട്ടെ കോൺഗ്രസിൽ ഐക്യമുണ്ട്. ഏത് തീരുമാനത്തിലും ഐക്യത്തോടെ എടുക്കുന്നത്, ഏത് തീരുമാനമെടുക്കുന്നതും പാർട്ടി നേതാക്കളോട് ആലോചിച്ചിട്ടാണ്. ഞാൻ കോഴിക്കോട്ടെ കോൺഗ്രസിൻ്റെ കാര്യം മാത്രം പറയാൻ നിയോഗിക്കപ്പെട്ട ആളാണ്. ഇപ്പം കേരളത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയൊക്കെ വന്നെങ്കിൽ ആൾ കൂടുന്നുള്ളൂ എന്നുള്ള ആ ഒരു നിലവാര തകർച്ച ഉണ്ടാകുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അത് കെ മുരളീധരൻ വന്നാലും ആൾ കൂടും, അങ്ങനെ ഒരു തർക്കമില്ല. കേരളത്തിൽ ആളുകൾ കൂടാൻ എല്ലാ നേതാക്കൾക്കും ആൾ കൂടും. അത് കെ സുധാകരനായാലും കെ സി വേണുഗോപാലായാലും VD സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും ശ്രീ കെ മുരളീധരൻ വന്നാലും ആൾ കൂടും, അതിലും തർക്കമില്ല. പക്ഷേ ക്രൗഡ്ഫുള്ളറായ നേതാക്കൾക്ക് വേണ്ടി പ്രവർത്തകർ ദാഹിക്കുന്നു എന്ന ഒരു നല്ല ഉദ്ദേശം മാത്രമേ അതിലുള്ള ഞാൻ മനസ്സിലാക്കുന്നത്. 56,000 വോട്ടാണ് അവിടെ BJP കൂട്ടിയത്. അതൊന്നും തൃശ്ശൂർ നേതൃത്വം അറിഞ്ഞില്ല, തൃശ്ശൂരിലെ പ്രവർത്തകരും അറിഞ്ഞില്ല. തൃശ്ശൂരിലെ കാര്യം പറയാൻ ഞാൻ ആളല്ല, ഞാൻ കോഴിക്കോട്ടെ കാര്യം മാത്രം പറഞ്ഞ ആളുള്ളൂ. അദ്ദേഹത്തെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നതിൽ മുന്നിൽ നിന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞയക്കുന്ന പോകുന്ന ആളല്ലല്ലോ കെ മുരളീധരൻ. അതൊരു പാർട്ടിയുടെ കലക്റ്റീവായി എടുത്ത തീരുമാനം, ലീഡർഷിപ്പ് ഒറ്റക്കെട്ടെടുത്ത തീരുമാനം. ആ തീരുമാനം അദ്ദേഹവുമായി ചർച്ച ചെയ്തിരുന്നു. ആ ചർച്ച ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയ ഒരാളാണ് ഞാൻ. അത് ഞാൻ നിഷേധിക്കുന്നില്ല എന്ന് കരുതി അതിൻ്റെ ഒരു കോൺസ്പിറൻസി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പരാജയത്തിൽ ഏറെ ദുഃഖിക്കുന്നുണ്ട്. ഒരാളെ ഒരിടത്തേക്ക് മാറ്റുമ്പോൾ പാർട്ടി തോൽക്കാൻ വേണ്ടി മാറ്റില്ലല്ലോ, ഓരോ സീറ്റും പ്രധാനപ്പെട്ടതല്ലേ. തൃശ്ശൂരിൽ ജയിക്കാൻ കെ മുരളീധരൻ ഏറ്റവും യോഗ്യനാണ് എന്ന ധാരണ പാർട്ടി ഉള്ളത് കൊണ്ടാണ് ആ തീരുമാനം പാർട്ടി എടുത്തത്. അന്ന് ആ തീരുമാനത്തിനെ കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്കായി എന്നെ നിയോഗിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. അതിലൊരു ദുരുദ്ദേശവുമില്ല, ഗൂഢാലോചനയില്ല. പക്ഷേ പരാജയത്തിൽ എല്ലാവർക്കും ദുഃഖമുണ്ട്. എല്ലാവരുടെയും കൂടെ ഉള്ള ഒരു തീരുമാനമായിരുന്നു. അത് അറിയിക്കുക മാത്രമാണ് താൻ ചെയ്തത്. അല്ലാതെ അദ്ദേഹത്തെ ഒരു തോൽവിയിലേക്ക് തള്ളിവിടുന്ന തരത്തിൽ തൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല, ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നിന്ന് സോനുവിനൊപ്പം സമീർ സി മുഹമ്മദ്, 24.